2026 ബംഗാളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നടക്കുന്ന ചർച്ച. കാരണം ബംഗാളിൽ മമതയ്ക്ക് പിടിച്ചു നിന്ന് തന്നെ ആകണം. അതേസമയം BJPക്ക് അവിടെ ഭരണത്തിലേറുകയും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ വലിയൊരു ഫൈറ്റ് തന്നെ അവിടെ ഈ രണ്ട് കൂട്ടരും തമ്മിൽ നടക്കുന്നുണ്ട്. ബംഗാളിൽ SIR നടപ്പിലാക്കില്ല എന്ന് വാദിച്ചുകൊണ്ട് മമത നടത്താത്ത റാലികളും പ്രസ്താവനകളും ഒന്നുമില്ല. SIR നടത്താതിരിക്കാനും തരമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടി നടത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും 14 ലക്ഷം SIR ഫോമുകൾ ശേഖരിക്കാൻ കഴിയാത്തതാണ്. അതായത് ഈ 14 ലക്ഷം പേരിൽ ആബ്സെന്റികളുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളവരുണ്ട്, മരിച്ചവരുടേതുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഒരു 14 ലക്ഷത്തോളം SIR ഫോമുകൾ അവിടെ മാറ്റിവെക്കപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 7,66,37,529 വോട്ടർമാരാണ് ബംഗാളിലുള്ളത്. ഇതിൽ നിന്ന് 50 ലക്ഷം പേർ മാറിപ്പോകുന്നു. 14 ലക്ഷം SIR ഫോമുകൾ ഇത്തരത്തിൽ ഇരട്ടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അല്ലെങ്കിൽ ആബ്സെന്റികളാണ്, ഇവരെ കാണാനില്ല, മരിച്ചവരുടെ പേരിലുള്ളതൊക്കെയുണ്ട്. അങ്ങനെയുള്ള രീതികളിലൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ SIR നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗവും അനധികൃതമായി കുടിയേറപ്പെട്ടിട്ടുള്ള ആളുകളാണ് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ആ സമയം തന്നെ ബംഗാളിൽ മമത പറയുകയാണ്, ഒരൊറ്റ കുടിയേറ്റക്കാരെ പോലും ഇവിടെ നിന്ന് പുറത്താക്കുന്ന കാര്യമേ ഇല്ല. അത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആരും കടന്നു വരികയും വേണ്ട, ആ പദ്ധതിയൊക്കെ നടപ്പാവാത്തതാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് മമത ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്? അവിടെയാണ് BJP ഇവിടെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു കാരണം ഇരിക്കുന്നത്. കാരണം BJP ചോദിക്കുന്നത്, BJPയുടെ ഒരു ഭയം, അല്ലെങ്കിൽ BJP ബംഗാളിൽ മുന്നോട്ട് വെക്കുന്നത് ബംഗാൾ പാകിസ്ഥാൻ ആകുമോ എന്നുള്ള ഒരു സംശയമാണ്. അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ മമത നടത്തുകയും ചെയ്യുന്നുണ്ട്. മമത ഇതുവരെയും മുസ്ലിം പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ മമത അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും മമതയുടെ പാർട്ടിയിലെ MLA ആയിരുന്ന ഹുമയൂൺ കബീർ ഏറ്റവും ഒടുവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണത്? അത് മുസ്ലിം വിഭാഗത്തെയും ഹിന്ദു വിഭാഗത്തെയും ഒരുപോലെ പറ്റിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ പരിപാടിക്ക്, ഈ രാഷ്ട്രീയ കളിക്ക് ഞാനില്ല. മമത രണ്ട് കൂട്ടരെയും പറ്റിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുകയാണ് ഹുമയൂൺ കബീറിനെ ആരും മറക്കാൻ സാധ്യതയില്ല. അയോധ്യയിലെ ബാബറി മസ്ജിദിന് സമാനമായ ഒരു ബാബറി മസ്ജിദ് ബംഗാളിൽ സ്ഥാപിക്കണമെന്നും അതിന് അടിത്തറ പാവുകയും ചെയ്തിട്ടുള്ള ആളാണ് ഹുമയൂൺ കബീർ. എന്തായാലും ഈ ഹുമയൂൺ കബീർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മമത ഇതുവരെയും അവിടെ ചെയ്തു പോകുന്നത് എന്താണ്, അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഏതാണ്ട് 30% മുസ്ലിം വോട്ടുകൾ അവിടെ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ 2011 പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഈ വോട്ടുകൾ അത്രയും കിട്ടിക്കൊണ്ടിരുന്നത് TMCക്കാണ്, അതായത് തൃണമൂൽ കോൺഗ്രസിനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോഴാണ് ഈ ഒരു ആശയവുമായിട്ട് BJP രംഗത്തെത്തുന്നത്. അപ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസും പ്രതിപക്ഷമായിട്ടുള്ള BJPയും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരിന് കളമൊരുങ്ങുകയും ചെയ്യുന്നുണ്ട്. BJP പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ആശങ്കയാണ്. കാരണം ഈ അനധികൃതമായി കുടിയേറുന്ന എല്ലാവരെയും ഇങ്ങോട്ട് കയറ്റി പാർപ്പിച്ചുകൊണ്ട് അവർക്ക് നിയമാനുസൃതമല്ലാത്ത രീതിയിലുള്ള വോട്ടർ കാർഡ് ID-കളും എല്ലാം നൽകിക്കൊണ്ട് അവരെ കയറ്റി താമസിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ്, പ്രത്യേകിച്ച് ബംഗാളിന് ഭീഷണിയാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായി മാറുകയും ചെയ്യും. ഈ കുടിയേറി പാർക്കുന്നവർ മുഴുവനും പൊതുവായിട്ടും ഒരു വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെയും അവർ ഏർപ്പെടുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പലപ്പോഴായിട്ട് അറിവുകൾ കിട്ടിയിട്ടുള്ളത് കൊണ്ടും, അതായത് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ടും BJPയുടെ ആശങ്ക എന്ന് പറയുന്നത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നതല്ല.
എന്തിനാണ് അല്ലെങ്കിൽ അനധികൃതമായി കുടിയേറി പാർക്കുന്നവർക്കൊക്കെയും ഇത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത്? എന്തിനാണ് ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള, അതായത് കുടിയേറ്റക്കാർ ഒരാൾ പോലും തിരികെ ബംഗ്ലാദേശിലേക്ക് അയക്കില്ലെന്ന് നിസ്സംശയം പറയുകയാണ്. ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തെ രാജ്യവിരുദ്ധമായിട്ട് വന്ന് താമസിക്കുന്നവരെല്ലാം പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ ഭരണാധികാരി പറയുകയാണ് ഈ പരിപാടി നടക്കില്ല എന്ന്. ഇതിനെതിരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഗീത പാരായണ സദസ്സ് അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. സനാതൻ സംസ്കൃതി സൻസദിന്റെ ആഭിമുഖ്യത്തിലാണ് ഇത് സംഘടിപ്പിച്ചത്. ഇതിലേക്ക് എത്തിയത് ഏതാണ്ട് 7 ലക്ഷം പേരോളമാണ്. സംസ്ഥാനത്തെ വിവിധ മതസ്ഥാപനങ്ങളിൽ നിന്നുള്ള സന്യാസിമാരാണ് ഇതിൽ പങ്കെടുത്തത്. ഈ സന്യാസിമാർ പങ്കെടുക്കുന്നതിനൊപ്പം അവിടേക്ക് ഇത്രയും ലക്ഷം ആളുകൾ ഒഴുകി എത്തുക എന്ന് പറയുമ്പോൾ മമതയ്ക്ക് അവിടെ അടിവേരിളകുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് ഹിന്ദുക്കൾ സംഘടിച്ചു തുടങ്ങി. അവർക്ക് പലതും നഷ്ടമാകുന്നു. കാരണം ഈ സംസ്ഥാനത്ത് പലപ്പോഴും ഈ പ്രീണനം കാരണം നടക്കാതെ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, സംസ്ഥാനത്ത് വളരെയധികം രാഷ്ട്രീയപരമായിട്ടുള്ള അക്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. വ്യവസായ നിക്ഷേപമില്ലാത്തത് കൊണ്ട് തന്നെ തൊഴിലവസരങ്ങളും അവിടെയില്ല. ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നടിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ പറയുകയേ വേണ്ട. അവിടെ സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകളൊക്കെ വളരെ കൂടുതലാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള അഴിമതികളും അവിടെയുണ്ട്. മയക്കുമരുന്ന് ഗുണ്ടാ സ്വാധീനവും അനധികൃത കുടിയേറ്റമാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ പറയേണ്ടത്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യുവാക്കൾക്ക് അവിടെ മറ്റു വഴികളില്ലാതെ വരുന്നുണ്ട്. വ്യവസായം ഉണ്ടെങ്കിലേ തൊഴിലവസരങ്ങളുള്ളൂ. ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാത്രം, നടപടിക്രമങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് മമത മുന്നോട്ട് പോവുകയാണ്. അപ്പൊ മമതയ്ക്ക് തിരിച്ച് BJPയോട് പറയണമല്ലോ. BJPയെ എതിർക്കാൻ ഒരു കാരണം വേണം. അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബംഗാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിട്ടുള്ള മത്സ്യം, മച്ച് എന്ന് പറയും, അത് നിരോധിക്കപ്പെടുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ BJP വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്കാരം അടിച്ചേൽപ്പിക്കുമെന്നും അതുവഴി ബംഗാളികളുടെ ഭക്ഷണവും സംസ്കാരവും ഒക്കെ നഷ്ടപ്പെടുത്തുമെന്നുമാണ് ഇവർ പറയുന്നത്. ബംഗാളിന്റെ അടുത്ത് മാറ്റിവെക്കുക. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. അവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അടിച്ചേൽപ്പിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അസമൊക്കെ ആണെങ്കിൽ പറയേണ്ട, അടിച്ചേൽപ്പിക്കൽ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഇത്തരത്തിലുള്ള കൃത്യമായി, അതായത് തോന്നിയവാസം കാണിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള പണി കൊടുത്തിട്ടുണ്ട് അവിടെയും. UPയിലായിക്കോട്ടെ, അസം ആയിക്കോട്ടെ. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ BJP ഭരണം കൈയാളുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊരു ഭരണകൂടം നിറവേറ്റേണ്ടതാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അവിടെ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെയും തനത് സംസ്കാരം ഇല്ലാതെയാക്കിക്കൊണ്ട് BJP ഇതുവരെയും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ആശങ്കകൾ ഉണ്ടാക്കിക്കൊണ്ട് BJPയെ മറികടക്കാനായിട്ടുള്ള ചില എന്താ പറയുക, കൊതിനുണകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് തൃണമൂൽ മുന്നോട്ട് വരുന്നത്. നോക്കൂ, തൃണമൂലിന്റെ ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള MLA, മൂപ്പര് പോകുന്നത് എങ്ങോട്ടാണെന്ന് കൂടി നോക്കണം. അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തേഹാദുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന പാർട്ടിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കാൻ പോവുകയാണ്. അതിന് കാരണമായി പറയുന്നത് മൂപ്പർക്ക് തോന്നി, അതായത് ഈ ഹുമയൂൺ കബീറിന് തോന്നി മമത ഇപ്പോ ഹിന്ദുക്കളെ കൂടി ഒന്ന് തലോടുന്നുണ്ട്, മുസ്ലിമുകളെ മാത്രമല്ല തലോടുന്നത്, ഹിന്ദുക്കളെ കൂടി തലോടുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു MLA തന്നെ, അവരുടെ പാർട്ടിയിലെ MLA തന്നെ പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇവർ ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംസ്കാരത്തെ ഇല്ലാതെയാക്കുകയോ ആ സംസ്കാരത്തിന് യോജിക്കാത്ത എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചുകൊണ്ടോ
ഭരണത്തിലേക്ക് വരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ബംഗാളി പാചക രീതി എന്ന് പറയുന്നതൊക്കെ ഈ പറയുന്നത് നാട്ടുകാരുടെ ഒരു ഐഡന്റിറ്റി മാർക്കറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തൃണമൂൽ രംഗത്ത് വരുന്നത്. തൊഴിലവസരമില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള അക്രമം, വിദ്യാഭ്യാസ രംഗം തകർന്നു കിടക്കുന്നു, ഇതിനെക്കുറിച്ചൊന്നും ഇതിലേതെങ്കിലും ഒരു കാര്യം ഇല്ലാതെ ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് മമത ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഒരു പക്ഷേ മമതയ്ക്ക് അവിടെ കടപുഴകേണ്ടി വരില്ല. മറിച്ച് BJP പറയുന്ന ഒരു ആശയത്തെ എതിർത്ത് പറയാനുള്ള യാതൊരു വകകളും കയ്യിലില്ലാത്തത് കൊണ്ട് സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് വൈകാരികമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള വൈകാരികത വെച്ചുകൊണ്ട് കളിക്കാനുള്ള ശ്രമം അവിടെ മമത നടത്തുകയാണ്. ഇതിനെ എങ്ങനെയാണ് ജനങ്ങൾ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹൈന്ദവ സമൂഹം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളതിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഈ പറയുന്ന ഗീത പാരായണ സദസ്. 5 ലാഖോ കൊന്തേ ഗീതാ പാത എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പരിപാടി നടത്തിയത്. ഇതിലേക്കാണ് ഇത്രയും അധികം പേർ ഒഴുകിയെത്തിയത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ആശങ്ക, അത് എല്ലാവർക്കും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ബംഗാൾ പാകിസ്ഥാൻ ആകുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.